എനിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ, കഥ നിർത്തൂല ഇനി ഫുള്ളും ഞാൻ ഡബിൾ മീനിങ് ആയിരിക്കും. ഞങ്ങളുടെ പിള്ളേരും ഡബിൾ മീനിങ് ആയിരിക്കും. ആ, എൻ്റെ പിള്ളേരും ഡബിൾ മീനിങ് ആയിരിക്കും, ഞാനും ഡബിൾ മീനിങ് ആയിരിക്കും. ഇനി ഇങ്ങനെ എന്നെ കഥ കഥ നിർത്തില്ല, കഥയിലേക്ക് സ്റ്റാർട്ടാക്കി. അതെ, നിർത്തരുത് കഥ കണ്ടിന്യൂ. ഇന്നലെ വന്ന കസ്റ്റമറിന്റെ അണ്ടി, ഇത്ര മുഴുപ്പ് എൻ്റെ മക്കളെ. അവനൊരു വലിയൊരു കുഴലപ്പം, ആനയുടെ വലിപ്പമുണ്ട്, തുമ്പിക്കൈയുടെ വലിപ്പമല്ലേ. മൈ ഗോഡ്, ഒരു ഒന്നൊന്നര പൊളി. നെയ്യപ്പം, ഒരു നെയ്യപ്പം. ഈ ജയാന്ന് എപ്പോഴും നെയ്യപ്പം. ജയാറാ ഗേൾ ഫ്രണ്ട് മടുത്ത് കാണും നെയ്യപ്പം തിന്ന് വല്ലാത്ത ജാതി. ജയാറ് നെയ്യപ്പത്തിൻ്റെ ആളാ. ജയാറ് നെയ്യപ്പത്തിൻ്റെ ആശാന. ഇവിടെ നെയ്യപ്പം തൊടാൻ പോലും പറ്റും. പറയൂ. സന്ദീപ് വന്നൊരു കഥ കേൾക്കാൻ. സന്ദീപിന് ഏതാ, ഞാൻ സന്ദീപിനോട് ചോദിക്കും, സന്ദീപിനെ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സന്ദീപ് പറ. സ്പെഷ്യല് ഞാൻ മേരീഡ് അല്ല, എന്നാലും ഏതാ കൂടുതൽ ഇഷ്ടം? ഒരു കല്യാണം കഴിച്ചാൽ ഒരു പെണ്ണിന് എന്ത് ചെയ്യാനാണ് നിനക്ക് ഇഷ്ടം? സന്ദീപ് പറ. നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചാൽ നിനക്ക് എങ്ങനെയാണ് ഇഷ്ടം? സെക്സ് ചെയ്യാൻ എന്താണ് ഇഷ്ടം? ഓക്കെ, ഏതാ ഇഷ്ടം? നിന്നും തുടങ്ങാം. ചെയ്താലല്ലേ അറിയൂ. ഇതുമായിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ നിനക്കൊരു പെണ്ണിനെ കിട്ടിയ നിനക്കൊരു ഇതുണ്ടല്ലോ, അതെന്തായിരിക്കാം? നീ ഇപ്പോൾ കല്യാണം കഴിച്ചു, നീ ഒരു പെണ്ണ് നിന്റെ മുന്നിൽ വന്നു, നീ എന്ത് ചെയ്യും ഫസ്റ്റ്? എന്ത് ചെയ്യും? അത് പറ. എന്ത് ചെയ്യും? അത് ആക്രാന്തം, അത്രയ്ക്ക് ആക്രാന്തം പാടില്ല. ആക്രാന്തം കൊണ്ട് എന്ത് ചെയ്യും? ആക്രാന്തം കൊണ്ട് കിടത്തിയിട്ട് അങ്ങനെ തന്നെ കിടക്കൂ? അങ്ങനെ ഒന്നും ചെയ്യില്ല. ഗോയ്സ്, നമ്മുടെ ആൾക്കാർ പറയൂ, എന്താ ചെയ്യാം? തൊടും. അത് തൊടല. ജുമ്മു നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, ജമാനും കേട്ടോ. ആദ്യം ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആക്രാന്തം പിടിച്ചിട്ട് അവൾക്ക് നോവും. അങ്ങനെ ആദ്യം ചില ആളുകൾക്ക് എനിക്കൊരു അനുഭവമാണ്. എൻ്റെ ഭർത്താവ്, ഞാൻ ഫസ്റ്റ് നൈറ്റിൻ്റെ സമയത്ത് എൻ്റെ ഭർത്താവിന് ഉമ്മ വയ്ക്കാൻ അറിയില്ല. അപ്പം നമുക്ക് വേനെടുക്കും, ഇത് എന്ത് ഉമ്മ? അപ്പം അവർക്ക് അറിയില്ല. ആക്രാന്തം പിടിച്ച് എന്ന് കാണിക്കരുത്. ഓക്കെ, അത് പതുക്കെ ചെയ്യണം. എൻ്റെ ഭർത്താവ് ആദ്യം സത്യം ഫസ്റ്റ് നൈറ്റ് കൂടിയപ്പം എന്നേക്ക് ഉമ്മ വന്നപ്പോൾ ഭയങ്കര വേദനയായിരുന്നു. കൊമ്പം വല്ലാണെങ്കിൽ പിന്നെ കൊമ്പം വല്ലുള്ളവരൊന്നും കല്യാണം കഴിക്കല്ലേ. ഐസ്ക്രീം കഴിക്കുന്ന പോലെ പതുക്കെ ഉമ്മ വയ്ക്കണം നമ്മൾ. പതുക്കെ, വെളിവില്ലാത്ത പതുക്കെ നമ്മൾ ഉമ്മ വയ്ക്കുക. ഒരു പെണ്ണിനെ പതുക്കെ മുടിയിലൊക്കെ പിടിച്ച് അവളുടെ ചുണ്ടിൽ പതുക്കെ തലോടി പതുക്കെ എങ്ങനെ ഉമ്മ കൊടുക്കുന്നത്, എന്നിട്ടിങ്ങനെ കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പോഴാണ് സുഖം. അപ്പോൾ അവൾ പതുക്കെ കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കണം, എന്നിട്ട് മുക്കാതെ തൂർന്ന പോലെ മുക്കല്ലേ, പതുക്കെ മൂടുക. ചിലര് മുക്കുമ്പോൾ നമ്മൾ കക്കുസരിക്കുമ്പോൾ അങ്ങനെ മുക്കല്ല കേട്ടോ, ചെറുതായിട്ടൊരു മുക്കലും മൂടലും. ഓക്കെ കേട്ടോ? എന്നെ എന്തിനാ ചിരിപ്പിക്കണേ? ശരി, ചില സമയത്ത് നമ്മൾ മുക്കണം, മൂടണം. അപ്പോൾ അവിടെ നനവ് വന്നു തുടങ്ങും. നീ അങ്ങനെ പറയില്ലേ ഷൂ. എൻ്റെ വണ്ണം കൂടുതലാണ്, അതുകൊണ്ട് കളിക്കാൻ സമ്മതിക്കില്ല. നിനക്ക് വണ്ണമുണ്ട്? എത്ര ലിറ്റർ വണ്ണം ഉണ്ടാവും? ശരി, എത്ര കിലോ വണ്ണം ഉണ്ടാവും അവിടെ ഒന്ന് പറയൂ, ഞാൻ സെറ്റാക്കാം. ഞാൻ വരാം. എത്ര വണ്ണമുണ്ട്? എനിക്ക് നല്ല വണ്ണം വേണം. നല്ല വണ്ണമുണ്ടോ? വിളിച്ച് ബ്ലോക്ക് അടിക്കും. ഇവിടെ വരല്ലേ ചെറിയാണ് ബ്ലോക്ക് ഓപ്ഷനിലേക്ക് ബ്ലോക്ക്. നാവ് കൊണ്ട് ഒരു കളിയാം, എൻ്റെയും ആള് നല്ല ചക്കയാം. വള്ള എങ്ങനെ അളവ് പറയുക? നാവ് കൊണ്ട് എടുക്കൽ പൊളിയാ, അതറിയില്ല. മാറ്റി ഉമ്മി ചെയ്യാറു
നാവും കൊണ്ട് എങ്ങനെ എടുക്കുക എനിക്കറിയില്ല. നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. ജയാറു ഇസ്രു ഈ നാവും കൊണ്ടുള്ള കളി എന്താ? വിജി പൊളിയാ, ഞാൻ കളിച്ചിട്ടുണ്ട്, നന്നായി. ഓ സത്യം, എന്നെ കളിച്ചിരുന്നോ? എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കളിച്ചപ്പോൾ? സുഖം കിട്ടിയോ? നല്ല സുഖം ഉണ്ടായിരുന്നു. കോല ഐസ്ക്രീം കഴിക്കണ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോല ഐസ്ക്രീം. കോല ഐസ്ക്രീം പൊളിക്കും. കുറച്ച് ഐസ്ക്രീം തേക്കണം, എന്നാൽ പൊളിക്കും. ഐസ്ക്രീം തേക്കണം. ഐസ്ക്രീം അല്ലെങ്കിൽ അതിലെന്തേലും കുറച്ച് ചോക്ലേറ്റ് തേക്കണം, അല്ലെങ്കിൽ കുറച്ച് തേൻ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉപയോഗിക്കാം. പൊളിക്കും. അത് അടിപൊളിയല്ലേ. നിന്നെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. എനിക്കതല്ല തൊഴിൽ. കണ്ണി കണ്ടവർക്ക് കവച്ചു വെച്ചു കൊടുക്കാൻ. ഇവിടെ ഇറക്കാടുന്നു. ഒരു പെണ്ണിനെ സെറ്റാക്കി കൊണ്ടുപോയി, മണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞു കയറ്റാൻ സമ്മതിച്ചിട്ടില്ല. തക്കുടുവാവേ പൂരനെ നന്നായി. അവൾക്ക് യോഗമില്ല. വേറെ എല്ലാണ്ട് പിടിച്ച് കയറ്റിയേനെ, കയറ്റി ചേട്ടാന്നും പറഞ്ഞു. അവള് പേടിച്ചിട്ടാവും. ചേട്ടൻ കുത്തി കയറ്റുന്നോണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും സമ്മതിക്കാത്ത, പേടിയാവണത്. അതെന്താണെന്നറിയോ? ചേട്ടനെ കോഴിക്കട കാര്യം ചെയ്യും, ഉടനെ കാല് വെച്ചിട്ട് കയറ്റരുത്. അപ്പോൾ ഒരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല, അപ്പോൾ സമ്മതിക്കില്ല. കുറച്ച് റൊമാൻസൊക്കെ ചെയ്ത് താഴെ കുറച്ചേരൊക്കെ നല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ച് പതുക്കെ കയറ്റണം. അയ്യോ, അപ്പോൾ സ്വർഗം കാണും. അങ്ങനെ വേണം. ഉടനെ പെണ്ണിനെ കിടത്തിട്ട് കയറ്റി കഴിഞ്ഞാൽ സാമാനം കണ്ടാൽ പിന്നെ പേടിച്ചോടില്ല പെണ്ണ്. അതിന് കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യണം. അപ്പം ഏത് പെണ്ണുങ്ങൾക്കും പേടിയോ? വെള്ളം വന്നിട്ട് കയറ്റണം. അതെ, വെള്ളം വന്നിട്ടേ കയറ്റാവൂ. അല്ലാണ്ട് കയറ്റി കഴിഞ്ഞാൽ പൊന്നിയുടെ വേനെടുത്ത് പൊളയില്ലേ, സുഖം കിട്ടത്തില്ല, ഫുള്ളും ഡ്രൈ ആയിരിക്കും. ഓക്കെ, വെള്ളം അടിച്ച് പുറത്ത് വരുത്തണം. വിജി ഇങ്ങനെയൊക്കെ വിജി ഇങ്ങനെ ഐസ്ക്രീമും ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ച് പിന്നെ എന്താ പറയാ പിള്ളേര്? ജമോ വെരി നൈസ് ടു മീറ്റ് യു. എൻ്റെ ആൾക്ക് പുഴയാണ്. അതിനർത്ഥം ഞാൻ നന്നായി ചെയ്തു എന്നാണ്. അതങ്ങനെ, അത് നന്നായി ചെയ്യുന്നവർക്ക് അങ്ങനെ പുഴയാവൂ. കുറച്ച് പുഴയാണ്, പക്ഷെ ഒരുപാട് പുഴയായി കൊള്ളത്തില്ല. ഒരു തെന്നുമ്പോൾ കൊള്ളൂല. തെന്നരുത്. നമ്മൾ പതുക്കെ ഉരച്ച് മൈനോ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കി, സ്കൂളിൽ പങ്കെടുക്കൂ, ഹാജരാവൂ. നീ അങ്ങനെ പോവല്ലേ.